പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് വൺ ആസ് യൂഷ്വൽ നിങ്ങൾക്കൊരു കോംപ്രഹെൻഷനാണ് തന്നിരിക്കുന്നത്. ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. പാരഗ്രാഫ് വായിച്ച് ഇതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫ് നമുക്ക് റീഡ് ചെയ്യാം. ജിം ആൻഡ് ഡെല്ല were very proud of two things they owned. ജിമ്മും ഡെല്ലയും വളരെ പ്രൗഡായിരുന്നു. എന്ത് കാര്യത്തിൽ? അവർക്ക് സ്വന്തമായി ഒരു കാര്യം ഉള്ളതിൽ അവർ വളരെ അഭിമാനിച്ചു. തൻ്റെ പക്കലുള്ള 2 കാര്യങ്ങളിൽ അവർ വളരെ അഭിമാനിച്ചിരുന്നു. വൺ വാസ് ജിം ഗോൾഡ് വാച്ച്. ഒന്ന് എന്താണ്? ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചാണ്. ഇറ്റ് ഹാഡ് വൺസ് ബിലോങ് ടു ഹിസ് ഫാദർ. അത് പണ്ട് അവൻ്റെ അച്ഛൻ്റേതായിരുന്നു. ആൻഡ് ലോങ് അഗോ ഇറ്റ് ഹാഡ് ബിലോങ് ടു ഹിസ് ഫാദേഴ്സ് ഫാദർ. അതിനു മുമ്പ് അവൻ്റെ ഫാദേഴ്സ് ഫാദർ, അച്ഛൻ്റെ ആയിരുന്നു, ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. വിത്ത് ചെയിൻ ഓൺ ഹിസ് വാച്ച് ജിം കുഡ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ലേൺ ദ ടൈം എനിവെയർ ഹി മൈറ്റ് ബി. എന്താണ്? തൻ്റെ വാച്ചിലെ ചെയിൻ ഉപയോഗിച്ച് ജിമ്മിനെ എവിടെ വെച്ച് എന്ത് ചെയ്യാം? സമയം നോക്കാൻ കഴിയുമായിരുന്നു. ടു ദ വാച്ച് സോ ഡിസ്റ്റിങ്റ്റീവ്. ആ വാച്ചിന് അത്ര സവിശേഷമായ ഒന്നായിരുന്നിട്ട് കൂടി ഇറ്റ് ഹാഡ് നെവർ ഹാഡ് എ ഫൈൻ ചെയിൻ. അതിന് നല്ലൊരു ചെയിന് ഉണ്ടായിരുന്നില്ല. ഹി സം ടൈം ടുക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് ഓൺലി വെൻ നോ വൺ കുഡ് സീ ഹിം ഡു ഇറ്റ്. അത് ആരും കാണാത്ത സമയത്ത് മാത്രമേ അവൻ പുറത്ത് എടുത്ത് നോക്കാറുണ്ടായിരുന്നുള്ളൂ. ദ അതർ തിങ് വാസ് ഡെല്ലാസ് ഹെയർ. രണ്ടാമത്തത് ഡെല്ലയുടെ ഹെയർ ആയിരുന്നു. ഡെല്ല ന്യൂ ഹെർ ഹെയർ വാസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി ക്യൂൻസ് ഗോൾഡ് ഓർ ജെംസ്. എന്താണ്? ഡെല്ലയ്ക്ക് അറിയാമായിരുന്നു ഏതൊരു രാജ്ഞിയുടെ ഗോൾഡിനേക്കാളും ജെംസിനേക്കാളും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ് എന്ത്? തൻ്റെ മുടിയെന്ന് അവർക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സോ നൗ ഡെല്ലാസ് ബ്യൂട്ടിഫുൾ ഹെയർ ഫെൽ അറൗണ്ട് ഹെയർ ഷൈനിങ് ലൈക്ക് എ ഫോളിങ് സ്ട്രീം ഓഫ് ബ്രൗൺ വാട്ടർ. ഡെല്ലയുടെ മനോഹരമായ മുടി അവൾക്ക് എന്താണ്? ചുറ്റും തിളങ്ങുന്ന ബ്രൗൺ നിറത്തിലുള്ള ഒരു അരുവി പോലെ, ഇങ്ങനെ ഒരു പുഴ പോലെ, റിവർ പോലെ, സ്ട്രീം, അരുവി പോലെ ഇങ്ങനെ വീണ് കിടന്നു. ഇറ്റ് റീച്ചഡ് ബിലോ ഹെർ നീ. അത് എവിടം വരെ എത്തി? അവളുടെ മുട്ടിന് താഴെ വരെ എത്തി. ഇറ്റ് ഓൾമോസ്റ്റ് മെയ്ഡ് ഇറ്റ് സെൽഫ് ഇൻ ടു എ ഡ്രസ് ഫോർ ഹെയർ. അവൾക്ക് ഏതാണ്ട് അതൊരു വസ്ത്രം പോലെയായിരുന്നു, കാരണം അത്രയും അവളെ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഷീ പുട്ട് ഇറ്റ് അപ്പ് ഓൺ ഹെർ ഹെഡ് എഗെയിൻ. പെട്ടെന്ന് അവളൊരു നിമിഷം അതെന്ത് ചെയ്തു? അവൾ വീണ്ടും കെട്ടിവെച്ചു. നെർവസ്ലി ആൻഡ് ക്വിക്ക്ലി. പെട്ടെന്ന് അത് വീണ്ടും കെട്ടിവെച്ചു. എന്നിട്ട് ഷീ സ്റ്റോപ്ഡ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് സ്റ്റുഡ് സ്റ്റിൽ വൈൽ എ ടിയർ ഓർ ടു റാൻ ഡൗൺ ഹെർ ഫേസ്. എന്താണ്? അങ്ങനെ നിന്നിട്ട് അവളുടെ ഒരു നിമിഷം അവൾ എന്ത് ചെയ്തു? ഒരു മൊമെൻറ്റ് അവൾ എന്ത് ചെയ്തു? അത് നിശ്ചലയായിട്ട് അവിടെ നിന്നു. പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് 1-2 കണ്ണുനീര് ഇങ്ങനെ ഒഴുകി. 1-2 തുള്ളി കണ്ണുനീർ ഒഴുകി. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വേർ ദ 2 തിങ്സ് ജിം ആൻഡ് ഡെല്ല വേർ വെരി പ്രൗഡ് ഓഫ്. ജിമ്മും ഡെല്ലയും വെരി പ്രൗഡായിട്ട് അവർ മനസ്സിൽ കൊണ്ട് നടന്നത് എന്തായിരുന്നു? ജിംസ് ഗോൾഡ് വാച്ച് ആൻഡ് ഡെല്ലാസ് ഹെയർ. ജിമ്മിൻ്റെ ഗോൾഡ് വാച്ചും ഡെല്ലയുടെ ഹെയറും, അല്ലേ? ജിം ഗോൾഡ് വാച്ച് ആൻഡ് ഡെല്ലാസ് ഹെയർ. വാട്ട് വാസ് ഡെല്ലാസ് ഇമോഷണൽ സ്റ്റേറ്റ് ആസ് ഷീ ലെഫ്റ്റ് ദ ഹൗസ്. എന്താണ്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡെല്ലയുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു? ഷി വാസ് എക്സൈറ്റഡ് ബട്ട് ആങ്ഷ്യസ്. എന്താണ്? അവൾക്ക് നല്ല എക്സൈറ്റഡ് ആയിരുന്നു എന്നാൽ അവൾക്ക് ആങ്ഷ്യസും, നല്ല ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ ഹാവിങ് എ ക്വാളിറ്റി ഓർ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് മേക്ക് എ പേഴ്സൺ ഓർ തിങ്സ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഇവിടെ ഹാവിങ് എ ക്വാളിറ്റി ഉണ്ട്, അത്രയും ഗുണമുള്ളതാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ഏതാണ്? നമ്മളിവിടെ പറയണ്ട, അത്രയും സവിശേഷമായ ഒന്നായിരുന്നിട്ട് കൂടിയെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അവന് ആ വാച്ച് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ചെയിൻ പഴയതായിരുന്നു എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്റ്റീവ്. ത്രൂ ദ വാച്ച് വാസ് സോ ഡിസ്റ്റിങ്റ്റീവ്. അപ്പോൾ ഇവിടുത്തെ വാക്ക് ഏതാണ്? ഡിസ്റ്റിങ്റ്റീവ്. അപ്പോൾ ഹാവിങ് എ ക്വാളിറ്റി എന്നുള്ളതിന് വരുന്ന വാക്ക് ഏതാണ്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ഗുണം, അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഗുണം അല്ലെങ്കിൽ സവിശേഷത എന്നതിന് അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് ഡിസ്റ്റിങ്റ്റീവ്. അതിൻ്റെ അർത്ഥവും എന്താണ്? ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ സവിശേഷത എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയട്രിയാണ്. കേജ്ഡ് ബേർഡ് എന്ന പോയട്രിയിൽ നിന്നുള്ള ഒരു കവിതയിലെ കുറച്ച് വരികളാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് എ കേജ്ഡ് ബേർഡ് സ്റ്റാൻഡ് ഓൺ ദ ഗ്രേവ് ഓഫ് ഡ്രീംസ്.
His shadow shouts on a nightmare scream. His wings are clipped and his feet are tied. So he opened his throat to sing. The caged bird sings with a fearful thrill of things unknown but longed for still. And his tune is heard on the distant hill, for the caged bird sings of freedom. അപ്പോൾ ഇത്രയാണ് കവിത തന്നിരിക്കുന്നത്. ഇനി ഇതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ലൈൻ ഷോ ദ ബേർഡ് ഇംപ്രഷൻഡ് ആൻഡ് ഹാസ് നോ ഫ്രീഡം? ഈ പക്ഷിക്ക് ഫ്രീഡം ഇല്ല, അത് തടവിലാക്കപ്പെട്ടതാണെന്ന് കാണിക്കുന്ന വരി ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അത്? ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ്, അവൻ്റെ വിങ്സ് എന്താണ്? ക്ലിപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ്, അതിൻ്റെ ഫീറ്റുകൾ ടൈഡ് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രീഡം ഇല്ല, അത് തടവിലാക്കപ്പെട്ടാണെന്ന് സൂചിപ്പിക്കുന്ന ലൈനാണ് ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ് ഫ്രം ദ ലൈൻസ് അബോവ്. റൈമിംഗ് വേർഡ് ഏതാണ്? നമുക്കറിയാം റൈമിംഗ് വേർഡ് എങ്ങനെയാണ് വരുന്നത്. ത്രില്ല് സ്റ്റില്ല് എഴുതാം, അല്ലെങ്കിൽ സ്റ്റില്ല് ഹില്ല് എഴുതാം അല്ലേ. ത്രില്ല് സ്റ്റില്ല് അല്ലെങ്കിൽ സ്റ്റില്ല് ഹില്ല് എഴുതാം. ഇനി നെക്സ്റ്റ്, വാട്ട് ഡസ് ദ സോങ് ഓഫ് ദ കേജ് ബേർഡ് മെയിൻലി എക്സ്പ്രസ്? ഈ കൂട്ടിലടിച്ച പക്ഷിയുടെ പാട്ട് മെയിനായിട്ടും പ്രധാനമായിട്ടും എന്താണ് പ്രകടിപ്പിക്കുന്നത്? ഫിയർ, സാഡ്നെസ്, ഫ്രീഡം, ആങ്കർ. എന്താണ്? ഫ്രീഡം അല്ലേ. സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യുന്നത്? കൂട്ടിലടിച്ച പക്ഷിയുടെ പാട്ട് പ്രധാനമായും പ്രകടിപ്പിക്കുന്നത് ഫ്രീഡത്തെക്കുറിച്ചാണ്. നെക്സ്റ്റ് ഒരു പോയട്രി തന്നിട്ടുണ്ട്, അതിൻ്റെ തീം അനലൈസ് ചെയ്യാനാണ് അനാലിസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ ലൈൻസ് ഫ്രം ദ ആസ്ട്രോണമർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് എക്സ്പ്ലൈനിങ് ദ തീം ആൻഡ് പോയട്രിക് ഡിവൈസസ് യൂസ്ഡ്. താഴെ ദ ആസ്ട്രോണമർ എന്ന ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. ഈ കവിതയിലെ തീം എന്താണ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ് എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പോയം നമുക്കൊന്ന് വായിക്കാം. ഐ സെഡ്, ഡാഡാ, ഹൗ ഫൂളിഷ് യു ആർ when mother looks out of her window and smiles down at us playing. Would you say she is far away? Still Dada said, you are a stupid child, baby. Where could you find a net big enough to catch the moon? I said, surely you could catch it with your hands. But Dada laughed and said, you are the silliest child I have known. If it came nearer, you would see how big the moon is. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഒരു കുട്ടി അതിൻ്റെ ലോകത്തെ അത്ഭുതത്തോടും നല്ല ഇതിലൂടെയൊക്കെ കാണുന്നതാണ് അല്ലേ. അമ്മ എന്താണ് തൻ്റെ മകളെ ചുംബിക്കാൻ വരുന്നത് പോലെ ചന്ദ്രനെയും പിടിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നതും അല്ലേ. അപ്പോൾ ചൈൽഡ്ഹുഡ് ഇന്നസെൻസും അഡൾട്ട് ലോജിക്കും പിന്നെ ഡയലോഗ്സ് ഇമേജറിയൊക്കെ വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. The poem highlights the contrast between childhood innocence and adult logic through a simple yet meaningful dialogue between the child and dada. ഈ കവിത എന്താണ്? ഒരു കുട്ടിക്കാലത്തെ നിർമ്മലതയും മുതിർന്നവരുടെ ഒരു യുക്തിബോധവും തമ്മിലുള്ള വ്യത്യാസം, കുട്ടിയും അച്ഛനും തമ്മിലുള്ള എന്താണ് ലളിതവും അർത്ഥവുമായ ഒരു സംഭാഷണത്തിലൂടെ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിക്കാലത്തെ ആ കുട്ടിയുടെ ഒരു നിർമ്മലതയും മറ്റു മുതിർന്നവരുടെ യുക്തിബോധവും ഇവിടുത്തെ ഒരു കുട്ടീനയിലൂടെയും അച്ഛനിലൂടെയും അവതരിപ്പിക്കുകയാണ്. ദ ചൈൽഡ് ലുക്സ് അറ്റ് ദ വേൾഡ് വിത്ത് വണ്ടർ ആൻഡ് ഇമാജിനേഷൻ, ബിലീവിംഗ് ദ മൂൺ ക്യാൻ ബി കോട്ട് ജസ്റ്റ് ആസ് എ മദർ ലുക്സ് ക്ലോസ് വെൻ ഷീ ബെൻഡ്സ് ടു കിസ് ഹെർ ചിൽഡ്രൻ. ഇവിടെ കുട്ടി എന്താണ് ആ ലോകത്തെ അത്ഭുതത്തോടെയും ഒരുപാട് യുക്തിപരമായ സൃഷ്ടിപരമായ ചിന്തയോടും കൂടി കാണുന്നു. അപ്പോൾ ഒരു അമ്മ മകളെ ചുംബിക്കാൻ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കാൻ അടുത്ത് വരുന്നത് പോലെ ചന്ദ്രനെയും പിടിക്കാമെന്ന് ആ കുട്ടി വിചാരിക്കുകയാണ്. ഡാഡ ഓൺ ദ അതർ ഹാൻഡ് റെപ്രസെൻറ്റ് അഡൾട്ട് റീസണിങ് ആൻഡ് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്മിസ്സിങ് ദ ചൈൽഡിസ് ഐഡിയാസ് ആസ് ഫൂളിഷ്. പക്ഷെ മറ്റേ സ്ഥലത്ത് എന്താണ്? അച്ഛൻ എന്താണ്? അഡൾട്ട് മുതിർന്നവരുടെ ഒരു യുക്തിചിന്ത, വലിയവരുടെ ചിന്തയില്ലേ, അഡൾട്ട് റീസണിങ്. അതെ, മുതിർന്നവരുടെ യുക്തിചിന്തയും ഒരു ശാസ്ത്രീയ ബോധവുമാണ് അച്ഛനുള്ളത്. കുട്ടിക്ക് ചൈൽഡിൻ്റെ ഒരു കുട്ടിയുടെ ഇന്നസെൻസ് ആണുള്ളത്. അച്ഛനൊരു അഡൾട്ട് റീസണിങ്, അതായത് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് അച്ഛൻ അതിനെ പ്രതിനിധീകരിക്കുന്നത്.
ദ പോയം ബ്യൂട്ടിഫുള്ളി യൂസസ് ഡയലോഗ് ടു പ്രസൻറ്റ് ടു ഓപ്പോസിങ് വ്യൂ പോയിൻറ്റ്സ്. എന്താണ് ഇത് രണ്ടിലും എന്താണ് കുട്ടിയുടെ ആശയങ്ങൾ അദ്ദേഹം ഇങ്ങനെ തള്ളിക്കളയുന്നുണ്ട്. രണ്ടും രണ്ട് വിരുദ്ധമായ കാഴ്ചപ്പാട്, ഓപ്പോസിറ്റ് കാഴ്ചപ്പാടാണ് രണ്ടു പേർക്കും. കുട്ടിയുടെ ഐഡിയനെയൊക്കെ അച്ഛൻ എന്താണ് ഇങ്ങനെ തള്ളി കളയുന്നുണ്ട് അല്ലേ. ദ ഇമേജറി ഈസ് വിവിഡ് എസ്പെഷ്യലി ഇൻ ദ കമ്പാരിസൺ ഓഫ് ദ മൂൺ ആൻഡ് ദ മദേഴ്സ് ഫേസ്, മേക്കിംഗ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഈ രണ്ട് വിരുദ്ധ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാൻ എന്താണ് ഒരു കോൺവെർസേഷൻ രൂപേണയാണ് ഇത് തന്നെയാണ്. അതായത് പ്രത്യേകിച്ച് എന്താണ് ചന്ദ്രനെയും അമ്മയുടെ മുഖത്തെയും തമ്മിലുള്ള താരതമ്യത്തിലൂടെ ഇവിടെ ഇമേജ് ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്, ബിംബങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഓവറോൾ ദ തീം സജസ്റ്റ് ദ ഇമാജിനേഷൻ ആൻഡ് ഇമോഷണൽ ത്രൂ ദ ചൈൽഡ്ഹുഡ് ക്യാൻ സംടൈം ബി ഡീപ്പർ ദാൻ റിജിഡ് അഡൾട്ട് ലോജിക്. അപ്പം നമ്മുടെ ഇങ്ങനെ കോൺവെർസേഷനിലൂടെ ഇങ്ങനെ അമ്മയുടെയും ചന്ദ്രൻ്റെയും മുഖത്തെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് കുറേ ഇമേജുകൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടിക്കാലത്തെ ചിന്തയും ഒക്കെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്താണ് വലിയവരുടെ യുക്തിയേക്കാൾ എന്താണ് ആഴമുള്ളതായിട്ട് നമുക്ക് തോന്നാം അല്ലേ. അതാണ് ഈ കവിതയുടെ തീം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റീഡിംഗ് പാസേജ് ആൻഡ് ന്യൂസ് അനാലിസിസ് ആണ്. ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്, അത് ഈ പാസേജ് റീഡ് ചെയ്ത് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റീഡ് ചെയ്യാം. വാട്ടർ കൺസർവേഷൻ ആണ് കേട്ടോ. ഇപ്പം എന്തിനെക്കുറിച്ചുള്ള പാരഗ്രാഫാണ്? വാട്ടർ കൺസർവേഷനെ കുറിച്ചുള്ളതാണ്. എന്താണ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വാട്ടർ കൺസർവേഷൻ റെഫേഴ്സ് ടു ദ കെയർഫുൾ യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. അതായത് വാട്ടർ കൺസർവേഷൻ, അതായത് ജലസംരക്ഷണം എന്നാൽ ജലവിഭവങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഉപയോഗവും അതിൻ്റെ സംരക്ഷണവുമാണ്. ഫ്രഷ് വാട്ടർ ഈസ് ലിമിറ്റഡ്. ഫ്രഷ് വാട്ടർ ലിമിറ്റഡ് ആണ് അല്ലേ. സോ ആൻഡ് എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു ഷോർട്ടേജ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ അമിതമായി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ ഷോർട്ടേജിന് കാരണമാക്കും. മെനി എൻവയോൺമെൻറ്റൽ എക്സ്പേർട്സ് അഡ്വൈസ് പീപ്പിൾ ടു അഡോപ്റ്റ് സിമ്പിൾ ഹാബിറ്റ്സ് സച്ച് ആസ് ഫിക്സിംഗ് ലീക്കിംഗ് ടാപ്സ്, യൂസിങ് വാട്ടർ എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ആൻഡ് അവോയ്ഡിങ് അൺനെസസറി വേസ്റ്റേജ്. എന്താണ് അപ്പോൾ നമ്മുടെ ഒരുപാട് അമിതമായ ഉപയോഗം ഭാവിയിൽ ക്ഷാമത്തിന് കാരണമാവുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചോർച്ചയുള്ള ടാപ്പുകൾ നന്നാക്കുക, കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് പാഴാക്കാതിരിക്കുക, വെള്ളം ഒഴിവാക്കി കളയാതിരിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ ഹാബിറ്റ്സുകൾ സ്വീകരിക്കാൻ നമ്മളുടെ എൻവയോൺമെൻറ്റ് എക്സ്പേർട്സ് നമ്മളോട് നിർദ്ദേശിക്കുന്നു. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇസ് അനദർ എഫക്റ്റീവ് മെത്തേഡ് ദാറ്റ് ഹെൽപ്സ് ടു സ്റ്റോർ വാട്ടർ ഫോർ ലേറ്റർ യൂസ്. ഇവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മഴവെള്ള സംഭരണം ശേഖരിച്ച് വെക്കുന്നതിലൂടെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബൈ കൺസേർവിങ് വാട്ടർ വി നോട്ട് ഓൺലി പ്രൊട്ടക്ട് നേച്ചർ ബട്ട് ഓൾസോ എൻഷുർ സഫിഷ്യൻറ്റ് വാട്ടർ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഈ വാട്ടർ കൺസേർവ് ചെയ്യുന്നതിലൂടെ നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, ഫ്യൂച്ചറിലേക്ക് ജനറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായ വാട്ടറിനെ ശേഖരിച്ച് വയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം പാഴാക്കരുത് എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് വാട്ടർ കൺസർവേഷൻ മെയിൻലി മീൻ? ഇവിടെ വാട്ടർ കൺസർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റോറിങ് വാട്ടർ ഇൻ റിവേഴ്സ്, കെയർഫുൾ യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓൺ വാട്ടർ, ഇൻക്രീസിങ് വാട്ടർ കൺസംപ്ഷൻ, ക്ലീനിങ് പൊല്യൂട്ടഡ് വാട്ടർ, മെൻഷൻ വൺ ഹാബിറ്റ് സജസ്റ്റ് ടു കൺസേർവ് വാട്ടർ. ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കെയർഫുൾ യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ വൺ ഹാബിറ്റ് സജസ്റ്റ് ടു കൺസേർവ് വാട്ടർ. വാട്ടർ കൺസേർവ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ്പേർട്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഫിക്സിങ് ലീക്കിംഗ് ടാപ്സ്, പിന്നെ എന്താണ്? യൂസിങ് വാട്ടർ എഫിഷ്യൻറ്റ് അപ്ലയൻസസ്, അവോയ്ഡിങ് അൺനെസസറി വേസ്റ്റേജ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്. പിന്നെ ഇവിടെ മുകളിൽ നമ്മൾ പറഞ്ഞേക്കുന്നതിൽ തന്നെ ഉണ്ട് അല്ലേ, കെയർഫുൾ യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ. അത് തന്നെ എടുത്ത് എഴുതാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പുലർത്തേണ്ട കുറച്ച് ഹാബിറ്റ്സുകളാണ്. അപ്പോൾ അതാണ് എഴുതാൻ പറയുന്നത്. അതിലേതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ഈസ് വാട്ടർ കൺസർവേഷൻ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടായിരിക്കും വാട്ടർ കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മളോട് പറഞ്ഞു അല്ലേ. വാട്ടർ കൺസർവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്തുകൊണ്ടാണ്? ഫ്രഷ് വാട്ടർ ലിമിറ്റഡ് ആണ്. ആൻഡ് എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു ഷോർട്ടേജ് ഇൻ ഫ്യൂച്ചർ അല്ലേ. അതിൻ്റെ ഷോർട്ടേജ് ഫ്യൂച്ചറിൽ വാട്ടർ ഷോർട്ടേജിന് കാരണമാകും. സോ ബൈ കൺസേർവിങ് വാട്ടർ വി നോട്ട് ഓൺലി പ്രൊട്ടക്ട് നേച്ചർ ബട്ട് ഓൾസോ എൻഷുർ സഫിഷ്യൻറ്റ് വാട്ടർ ഫോർ
ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ വാസ് വെയർ വാട്ടർ ഈസ് ലിമിറ്റഡ് ആൻഡ് എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു ഷോർട്ടേജ് ഇൻ ഫ്യൂച്ചർ. അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അതുകൊണ്ടാണ് വാട്ടർ കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ക്വസ്റ്റ്യൻ 11 to 13. റീഡ് ദ ഹെഡ്ലൈൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ കുറച്ച് ഹെഡ്ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അത് റീഡ് ചെയ്ത് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ പുഷ്, ഇന്ത്യ ലോഞ്ചസ് നാഷൻ വൈഡ് ഇലക്ട്രിക് ബസ് പ്രോഗ്രാം. ഇന്ത്യ രാജ്യവ്യാപകമായിട്ട് ഇലക്ട്രിക് ബസ് പദ്ധതി ആരംഭിക്കുന്നു. നെക്സ്റ്റ്, ഹിസ്റ്റോറിക് വിൻ, ISRO സക്സസ്ഫുള്ളി ലാൻഡ് റോവർ ഓൺ ലൂണ സൗത്ത് പോൾ. ISRO എന്താണ്, നമ്മുടെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ, അതായത് ദക്ഷിണ ധ്രുവത്തിൽ റോവർ വിജയകരമായിട്ട് ഇറക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലഡ് ഫറി, അസം വില്ലേജസ് സബ്മേർജ് 1000 ഷിഫ്റ്റഡ് ടു റിലീഫ് ക്യാമ്പ്സ്. എന്താണ്, അസമിലെ ഗ്രാമങ്ങൾ എന്തായി, വെള്ളത്തിനടിയിലായി. 1000-ഓളം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഗ്ലോബൽ ഹെൽത്ത് അലേർട്ട്, ന്യൂ വാക്സിൻ ഷോസ് പ്രോമിസിങ് റിസൾട്ട്. പുതിയ വാക്സിൻ എന്താണ്, ഒരുപാട് റിസൾട്ട് കാണിക്കുന്നു. ഇത്രയാണ് തന്നിരിക്കുന്ന ഹെഡ്ലൈൻസ്. ഇനി ഇതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സയൻസ് ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ. സ്പേസ് എക്സ്പ്ലോറേഷനും സയൻസുമായി ബന്ധപ്പെട്ട ഹെഡ്ലൈൻ ഏതാണെന്നാണ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഹിസ്റ്റോറിക് വിൻ, ISRO സക്സസ്ഫുള്ളി ലാൻഡ് റോവർ ഓൺ ലൂണാർ സൗത്ത് പോൾ. അതാണ് സയൻസും സ്പേസ് എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെഡിങ്. 12th question, which headline highlight an environmental initiative by the government? ഗവൺമെൻറ്റിൻ്റെ എൻവയോൺമെൻറ്റൽ ഇനിഷ്യേറ്റീവിനെ സൂചിപ്പിക്കുന്ന ഹെഡ്ലൈൻ, ഹൈലൈറ്റ് ചെയ്യുന്ന ഹെഡ്ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ പുഷ്, ഇന്ത്യ ലോഞ്ചസ് നാഷൻ വൈഡ് ഇലക്ട്രിക് ബസ് പ്രോഗ്രാം. ഇനി, വാട്ട് ഡസ് ദ വേർഡ് ഫറി സജസ്റ്റ് അബൌട്ട് ദ ഫ്ലഡ് മെൻഷൻഡ് ഇൻ ദ ഹെഡ്ലൈൻ? ഫ്ലഡ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഹെഡിങ്ങിലെ ഫറി എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, ഫറി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഫ്ലഡ്സ് വെയർ വെരി സിവിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ്. എന്താണ്, ഫറി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഫ്ലഡ് എന്ന് പറയുന്നത് വളരെ സിവിയറും ആൻഡ് ഡിസ്ട്രക്റ്റീവ്, അതായത് വിനാശം വിതയ്ക്കുന്നതും പ്രോബ്ലം ഉള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്ലഡ് എന്ന് പറയുന്നത് വളരെ ശക്തവും വിനാശം വിതയ്ക്കുന്നതുമാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്ലഡ്സ് വെയർ വെരി സിവിയർ ആൻഡ് ഡിസ്ട്രക്റ്റീവ്, അതാണ് അവിടെ എഴുതേണ്ടത്. 14th question, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ്സ് ബ്ലാങ്ക് ആക്കിയിരിക്കുന്നിടത്ത് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫ് വായിക്കാം. ഇന്ത്യ ഡാഷ് ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ അറ്റ് ദ മിഡ് നൈറ്റ് അവർ ഓഫ് ഫ്രീഡം. സ്റ്റെപ്പ് ഔട്ട് എന്നുള്ളതാണ് അവിടെ വേണ്ടത്. സ്റ്റെപ്ഡ് ഔട്ട് എന്നാണ് കേട്ടോ വേണ്ടത്. ദ ലീഡേഴ്സ് കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ടേക്ക് അപ്പ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ദ നേഷൻ. ഇതാണ് ബി ആയിട്ട് വരുന്നത്. They also urged everyone to dash petty criticism and join together in building a free India. സെറ്റ് അസൈഡ് ആണ് വേണ്ടത്. അപ്പോൾ ഇതങ്ങനെയാണ് ഇത് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഫ്രേസൽ വെർബ്സ് പഠിച്ചു വയ്ക്കുക, അതിൻ്റെ മീനിങ്സും പഠിച്ചു വയ്ക്കുക. 15th question, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ബോയ് കുഡ് ഹിയർ അതർ റൂമേഴ്സ്. റൂമേഴ്സിൻ്റെ സ്പെല്ലിങ് ROOMERS ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ലാഫിംഗ് ആൻഡ് ടോക്കിംഗ് ഇൻ ദ ലാർജ് ഹൗസ്. സം ഓഫ് ദയറിൻ്റെ THEIR ആണ് വേണ്ടത്. ഡോർസ് വെയർ ഓപ്പൺ. ടു സോ ഹി ന്യൂ ഹി ആൻഡ് ദ വുമൺ വാസ് അല്ല വേണ്ടത്, വെയർ ആണ് വേണ്ടത്, WERE, നോട്ട് അലോൺ. ദ വുമൺ സ്റ്റിൽ ഹാഡ് ഹിം അറ്റ് അല്ല ബൈ ആണ് വേണ്ടത്, ബൈ ദ നെക്ക് ഇൻ ദ മിഡിൽ ഓഫ് ഹർ റൂം. ഇനി 16th question, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ യങ് മാൻ ആൻഡ് ദ ഓൾഡ് മാൻ ഇൻ ദ സ്ക്രീൻ പ്ലേ വില്ലേജ് ഓഫ് ദ വാട്ടർ മിൽസ്. വില്ലേജ് ഓഫ് ദ വാട്ടർ മിൽസിൽ യങ് മാനും ഓൾഡ് മാനും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യങ് മാൻ എന്താ പറയണേ? ഗുഡ് ഡേ സർ, ദിസ് വില്ലേജ് ലുക്സ് വെരി പീസ്ഫുൾ. യങ് മാൻ എന്താ പറയണേ? ഈ വില്ലേജ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജാണ്. ഇസിൻറ്റ് ഇറ്റ് അല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ ഓൾഡ് മാൻ, യെസ് വി ലീവ് എ ക്വയറ്റ് ആൻഡ് നാച്ചുറൽ ലൈഫ് ഹിയർ. ഞങ്ങളിവിടെ വളരെ ശാന്തവും നാച്ചുറൽ ലൈഫുമാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ യങ് മാൻ, വൈ ഡോണ്ട് യു യൂസ് ഇലക്ട്രിസിറ്റി ഹിയർ? നിങ്ങളിവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കേണ്ടത്. കാരണം എന്താണ് ഇവിടെ റിപ്ലൈ പറഞ്ഞിരിക്കുന്നത്? വി ഡു നോട്ട് യൂസ് ഇലക്ട്രിസിറ്റി. ഞങ്ങൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണ് നമ്മൾ വേണ്ടത്.
അപ്പോൾ വി ഡിപ്പെൻഡ് ഓൺ ക്യാൻഡിൽസ് ആൻഡ് ഓയിൽ ലാംപ്സ്, ഞങ്ങൾ ക്യാൻഡിലും മണ്ണെണ്ണ വിളക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുക എന്ന് പറയണം. അപ്പോൾ യങ് മാൻ ഡോണ്ട് യു ഫൈൻഡ് ദ നൈറ്റ്സ് ടു ഡാർക്ക്. അപ്പോൾ യങ് മാൻ ചോദിക്കുകയാണ് എന്താണ്, നിങ്ങൾക്ക് രാത്രി നല്ല ഇരുട്ട് ഇവിടെ തോന്നാറ് ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഓൾഡ് മാൻ എന്തായിരിക്കും, യു ഹാഡ് ബെറ്റർ അക്സെപ്റ്റ് ദ നൈറ്റ് ആസ് ഇറ്റ് ഈസ്. അത് എന്താണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. നിങ്ങൾ ഇരുട്ടാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് അക്സെപ്റ്റ് ദ നൈറ്റ് ആസ് ഇറ്റ് ഈസ്. യങ് മാൻ ഓഫ് കോഴ്സ് ഐ അണ്ടർസ്റ്റാൻഡ് ഡാർക്ക്നെസ് ഹെൽപ്പ് അസ് സീ ദ സ്റ്റാർസ്. അപ്പോൾ എന്താണ് യങ് മാൻ പറയാണ്, തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, എനിക്ക് നക്ഷത്രങ്ങളെ കാണാൻ ഇരുട്ട് നമ്മെ സഹായിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അക്സെപ്റ്റ് ദ നൈറ്റ് ആസ് ഇറ്റ് ഈസ്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽസ് ബിലോ. ഇവിടെ താഴെ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഒരു പ്രൊഫൈലാണ് തന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബോൺ February 1, 1901 ഇൻ ജോപ്ലിൻ, മിസോറി, USA. ഓക്യുപ്പേഷൻ പോയറ്റ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, പ്ലേ റൈറ്റ്, കോളനിസ്റ്റ്, നോവലിസ്റ്റ്, വൺ ഓഫ് ദ ഇന്നോവേറ്റേഴ്സ് ഓഫ് ജാസ് പോയട്രി, സോഷ്യൽ ആക്ടിവിറ്റീസ്, ലീഡർ ഓഫ് ദ Harlem Renaissance, education, Lincoln University, Columbia University, literary works, Montage of Dream Deferred, The Weary Blues, The Negro speaks of rivers, Let America Be America Again, etc. Died May 22, 1961. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് തന്നിട്ടുള്ളത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കണം. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്താണ് 1901 1967. അപ്പോൾ എഴുതിയിട്ട് 1901 1967, 1901 ജനനം, 1967 മരണം. ഇനി അദ്ദേഹത്തെക്കുറിച്ച് എഴുതുക. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ദ ഫേമസ് അമേരിക്കൻ പോയിറ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് വാസ് ബോൺ ഓൺ February 1, 1901 ഇൻ ജോപ്ലിൻ, മിസോറി, USA. അപ്പോൾ പ്രശസ്ത അമേരിക്കൻ കവിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായിരുന്ന ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് 1901 February 1 അമേരിക്കയിലെ മിസോറിയിലുള്ള ജോപ്ലിനിലാണ് ജനിച്ചത്. ഹി ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ അറ്റ് ലിങ്കൺ യൂണിവേഴ്സിറ്റി ആൻഡ് കൊളംബിയ യൂണിവേഴ്സിറ്റി. ലിങ്കൺ സർവകലാശാലയിലും യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ബിസൈഡ്സ് ബീയിങ് എ പോയറ്റ് ഹി വാസ് എ പ്ലേ റൈറ്റർ, കോളനിസ്റ്റ്, നോവലിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഇന്നോവേറ്റേഴ്സ് ഓഫ് ജാസ് പോയട്രി. ഇദ്ദേഹം ജാസ് പോയട്രിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ്. പിന്നെ ഇദ്ദേഹത്തിന് എന്താണ്, ഇദ്ദേഹം കൈവച്ച മേഖലകളൊക്കെയാണ് പോയറ്റും പ്ലേ റൈറ്ററും കോളനിസ്റ്റും നോവലിസ്റ്റും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് ദ ലീഡർ ഓഫ് ദ ഹാർലം റെനൈസൻസ് ഓഫ് ദ 1920s. എന്താണ് ഇദ്ദേഹം ജാസ് പോയട്രിയുടെ ഉപജ്ഞാതാക്കൾ, ഇദ്ദേഹം ഹാർലം നവോത്ഥാനത്തിൻ്റെ മുൻനിര നേതാവും ആയിരുന്നു. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കുകളൊക്കെ ഏതൊക്കെയാണ്? മൊണ്ടേഗ് ഓഫ് ഡ്രീം ഡെഫേർഡ്, ദ വെറി ബ്ലൂസ്, ദ നീഗ്രോ സ്പീക്സ് ഓഫ് റിവേഴ്സ്, ലെറ്റ് അമേരിക്ക ബി അമേരിക്ക അഗെയിൻ, എക്സെട്ര. ഹി പാസ്ഡ് അവേ ഓൺ 22 May 1961. 1967 May 22 അദ്ദേഹം മരണപ്പെട്ടു. ഇത്രയാണ് ഇതിൻ്റെ പ്രൊഫൈലായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൂചനകളോ ഹിൻറ്റുകളൊക്കെ വെച്ച് കൂട്ടിച്ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. Next 18th question. The kindness and understanding shown by Mrs. Luella Bates Washington Jones deeply changed Roger. That night Roger writes his thoughts in his diary. Prepare the likely diary entry of Roger. റോഗറിൻ്റെ എന്താണ് ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്സിസ് ലുവല്ല ബീസ് വാഷിങ്ടൺ ജോൺസ് റോഗറിനെ നന്നായി സ്വാധീനിച്ചു അല്ലേ സംഭവത്തിന് ശേഷം. അപ്പം അന്ന് അവൻ എഴുതാനിടയുള്ള ഡയറിയും, അല്ലെങ്കിൽ മലാല വാസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഹെർ ഫ്രണ്ട് മോണിബ. മലാല അവളുടെ ഫ്രണ്ട് മോണിബിനോട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. ആഫ്റ്റർ ദ ട്രാജിക് ഇൻസിഡൻറ്റ് ഓൺ സ്കൂൾ ബസ്, മലാല റൈറ്റ്സ് ഫ്രണ്ട്ലി ലെറ്റർ ടു മോണിബ ഫ്രം ബിർമിംഗം, ഷെയറിങ് ഹെർ ഫീലിങ്സ്, മെമ്മറീസ് ആൻഡ് ഹോപ്സ്. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ റിട്ടൺ ബൈ മലാല ടു മോണിബ. മോണിബയ്ക്ക് മലാല എഴുതാനുള്ള, അതായത് ബസ്സിലുണ്ടായ ട്രാജിക് ഇൻസിഡൻറ്റിന് ശേഷം മോണിബയ്ക്ക് ഇടയുള്ള ഒരു ഫ്രണ്ട്ലി ലെറ്റർ, അവളുടെ ഷെയറിങ്ങും ഫീലിങ്ങും മെമ്മറീസും ഹോപ്സൊക്കെ വച്ചിട്ടുള്ള ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ റോഗറിൻ്റെ ഡയറി, അല്ലെങ്കിൽ മലാല മോണിബയ്ക്ക് അയക്കുന്ന ലെറ്റർ. എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം.
ഡയറി എഴുതുമ്പോൾ മൺഡേ January 2026 ഇയറും വർഷവും മാസവും കിട്ടണം. ടുനൈറ്റ് ഹി ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ് ഫോർ എവർ. എന്താണ്, ഇന്ന് രാത്രി എൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. ഐ നെവർ ഇമാജിൻ ദാറ്റ് വുമൺ ഹോസ് ഐ ട്രൈ ടു സ്നാച്ച് വുഡ് ട്രീറ്റ് മീ വിത്ത് സച്ച് കൈൻഡ്നെസ്. ഞാൻ പണം മോഷ്ടിക്കാൻ ശ്രമിച്ച സ്ത്രീ, എൻ്റെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ച സ്ത്രീ എന്നോട് ഇത്ര സ്നേഹത്തോടെ പെരുമാറും, ദയോടെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മിസ്സസ് ജോൺസ് ഡിഡ് നോട്ട് ഷൗട്ട് മീ അറ്റ് മീ ഓർ ഹാൻഡ് മീ ഓവർ ടു ദ പോലീസ്. മിസ്സസ് ജോൺസ് എന്ത് ചെയ്തില്ല, എന്നെ ഷൗട്ട് ചെയ്യുകയോ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്തില്ല. പകരം ഇൻസ്റ്റഡ് ഷീ സ്പോക്ക് ടു മീ ലൈക്ക് എ മദർ ആൻഡ് മെയ്ഡ് മീ വാഷ് മൈ ഫേസ്. അവരൊരു അമ്മയെപ്പോലെ എന്നോട് സംസാരിക്കുകയും എൻ്റെ ഫേസ് വാഷ് ചെയ്ത് തരികയും ഫീഡ് മീ, എനിക്ക് ഭക്ഷണം തരികയും ആൻഡ് ലിസൺ ടു മീ വിത്തൗട്ട് ജഡ്ജിങ് മീ, എന്നെ ജഡ്ജൊന്നും ചെയ്യാതെ അവരെന്നെ ലിസൺ ചെയ്യുകയൊക്കെ ചെയ്തു. ഐ വാസ് അഷേംഡ് ഓഫ് മൈസെൽഫ് വെൻ ഷീ ട്രസ്റ്റഡ് മീ ആൻഡ് ഈവൻ ലെഫ്റ്റ് ഹെർ പേഴ്സ് നിയർ മീ. അവൾ എന്നെ വിശ്വസിക്കുകയും എൻ്റെ പേഴ്സ് എൻ്റെ അടുത്ത് തന്നെ വച്ചപ്പോഴും എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് വളരെയധികം ലജ്ജ തോന്നി. ദ ട്രസ്റ്റ് ഹേർട്ട് മോർ ദാൻ എനി പണിഷ്മെൻറ്റ്. ആ ട്രസ്റ്റ്, അവരുടെ ആ വിശ്വാസം തന്നെ എനിക്ക് വളരെയധികം ഉള്ളൊരു പണിഷ്മെൻ്റായിട്ട്, ഏതൊരു ശിക്ഷയേക്കാളും ഉള്ളൊരു പണിഷ്മെൻറ്റ്, അവർ ആ പേഴ്സും അപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വെച്ചത് എനിക്കുള്ള ഏറ്റവും വലിയ പണിഷ്മെൻ്റായിട്ട് എനിക്ക് തോന്നി. വെൻ ഷീ ഗേവ് മീ $10 ടു ബൈ ദ ബ്ലൂ സ്വീറ്റ് ഷൂസ്. എന്താണ്, എനിക്ക് നീല സ്വീറ്റ് ഷൂസ് വാങ്ങിക്കാൻ $10 തന്നപ്പോൾ മൈ ഹാർട്ട് ഫെൽറ്റ് ഹെവി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗിൽറ്റി. എനിക്ക് എന്താണ്, നന്ദിയും കുറ്റബോധവും ഒക്കെ ചേർന്ന് എൻ്റെ ഹാർട്ട് ഭയങ്കര ഹെവി ആയി. ഹെർ വേർഡ്സ് ആൻഡ് കെയർ മെയ്ഡ് മീ റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. അവളുടെ വാക്കുകളോ ആ കരുതലും ശരിയും തെറ്റിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഐ പ്രോമിസ് മൈസെൽഫ് ദാറ്റ് ഐ വിൽ നെവർ സ്റ്റീൽ അഗെയിൻ. ഞാനൊരിക്കലും മോഷണം ചെയ്യില്ലെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു, ഞാൻ സ്വയം പ്രോമിസ് ചെയ്തു. ഐ വിൽ റിമെമ്പർ മിസ്സസ് ജോൺസ് ഓൾ മൈ ലൈഫ്. ഹെർ കൈൻഡ്നസ് ഹാസ് ഷോൺ മീ ബെറ്റർ പാത്ത്. മിസ്സസ് ജോൺസിനെ ഞാൻ ജീവിതം മുഴുവൻ എന്ത് ചെയ്യും, ഓർക്കും. അവരുടെ സ്നേഹം എനിക്കൊരു നല്ല വഴി കാണിച്ചു തന്നു, ബെറ്റർ പാത്ത് കാണിച്ചു തന്നു എന്നും പറഞ്ഞിട്ട് അവന് ഡയറി എഴുതാമെന്നാണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് മലാല മോനിബയ്ക്ക് അയക്കുന്ന ലെറ്ററാണ്. അപ്പാർട്ട് നമ്പർ അവിടെ ബിർമിംഗ്ഹാമിൽ നിന്നാണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ട് 10th October അല്ലേ, ഫ്രമും ടു ഒക്കെ എഴുതുക. ഡിയർ മോനിബ, ഐ ഹോപ്പ് യു ആൻഡ് എവരി വൺ അറ്റ് ഹോം ആർ സേഫ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്, നീയും നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ മിസ് യു മോർ ദാൻ വേർഡ്സ് ക്യാൻ എക്സ്പ്രസ്. എവറി ഡേ വെൻ ഐ ലുക്ക് ഔട്ട് ഓഫ് മൈ വിൻഡോ ഹിയർ ഐ റിമെമ്പർ അവർ വാലി, അവർ സ്കൂൾ ആൻഡ് ദ ഹാപ്പി മൊമെൻറ്റ്സ് വി ഷെയർഡ് ടുഗദർ. എന്താണ് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതിനപ്പുറം ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ വീടിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ നമ്മുടെ വാലീസ്, നമ്മുടെ സ്കൂള്, നമ്മൾ ഒരുമിച്ച് പങ്കിട്ട നമ്മളെ നിമിഷങ്ങൾ എല്ലാം എനിക്ക് ഓർമ്മ വരികയാണ്. ബിർമിംഗ്ഹാം ഈസ് നീറ്റ് ആൻഡ് ക്വയറ്റ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫീൽ ലൈക്ക് ഹോം. ബിർമിംഗ്ഹാം വൃത്തിയും നല്ല ക്വയറ്റൊക്കെയാണ്, പക്ഷെ അത് വീട് പോലെ തോന്നുന്നില്ല. ഐ ഓഫ്റ്റൻ തിങ്ക് ഓഫ് ദാറ്റ് മോർണിംഗ് വെൻ വി സാറ്റ് ടുഗദർ ഓൺ ദ ബസ് talking as usual without knowing how our lives were about to change. നമ്മൾ പതിവ് പോലെ ബസ്സിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച രാവിലെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. I still remember how you held my hand. Your friendship gave me strength even in that terrible moment. Please do not worry about me. I am getting better day by day. ഞാൻ എന്താണ്, നമ്മൾ പതിപോലെ ബസ്സിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച രാവിലെക്കുറിച്ച് ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നു, ഓർക്കാറുണ്ട്. അപ്പം നമ്മുടെ ജീവിതം മാറാൻ പോവുകയാണെന്ന് അന്ന് എന്ത് ഇല്ലായിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു. നീ എൻ്റെ കൈ പിടിച്ചിരുന്ന ആ നിമിഷവും ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സ്റ്റിൽ ഐ റിമെമ്പർ ഹൗ യു ഫെൽറ്റ് മൈ ഹാൻഡ്. നീ എൻ്റെ കൈ പിടിച്ചിരുന്ന നിമിഷം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു ഭീകര സമയത്ത് പോലും എന്താണ്, നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ശക്തി നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് നീ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട. ഞാൻ ഡേ ബൈ ഡേ മെച്ചപ്പെട്ട് വരികയാണ്. വാട്ട് കീപ്സ് മീ സ്ട്രോങ് ഇറ്റ് ബിലീവ്സ് ദാറ്റ് അവർ ഡ്രീംസ് വിൽ നോട്ട് ബി defeated. One day every girl will go to school without fear. Promise me that you will study well and never give up your dreams. I carry all of you in my heart. അപ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഡ്രീം എന്ത് ചെയ്യില്ല,
തോൽക്കില്ല എന്ന വിശ്വാസമാണ് എന്നെ എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ആക്കുന്നത്. ഒരു ദിവസം എല്ലാ ഗേൾസും എന്ത് ചെയ്യും, സ്കൂളിൽ പോകും. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, യുവർ ലവിങ് ഫ്രണ്ട് മലാല. മലാല അയക്കാനുള്ള മോണിബയ്ക്ക് അയക്കാൻ കഴിയുന്ന ഒരു ലെറ്ററാണ് നമ്മളോട് അടുത്ത് പറഞ്ഞിരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. Next, 19th question. After the Christmas incident, Della writes an email to her close friend describing the sacrifice she and Jim made for each other and what she learned from it. Prepare a likely email written by Della. Della എഴുതുന്ന ഒരു ഇമെയിൽ അവളുടെ ക്ലോസ് ഫ്രണ്ടിന്, ക്രിസ്മസ് ഇൻസിഡൻറ്റിന് ശേഷം അവളുടെ ക്ലോസ് ഫ്രണ്ടിന് എഴുതുന്ന ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ദ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ പ്രോഗ്രാം ടു ഹോണർ സ്റ്റുഡൻസ് ഹൂ ഷോ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹെൽപ്പ് ദെയർ families, inspired by the life of young APJ Abdul Kalam. As the secretary of the Students Association, prepare a notice informing students about the program. ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളെ ആദരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, അവരെ ഓണർ ചെയ്യുന്ന ഒരു പരിപാടി. ആരുടെ ഇതിൽ ഇൻസ്പയർഡ്? APJ അബ്ദുൽ കലാമിൻ്റെ ലൈഫിൽ ഇൻസ്പയർഡായിട്ട് അതുപോലെ നമ്മുടെ സ്കൂളിലും ചെയ്യുന്ന കുട്ടികളെ ആദരിക്കുന്ന, ഓണർ ചെയ്യുന്ന ഒരു പരിപാടിയെ കുറിച്ചുള്ള നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇമെയിലും നോട്ടീസും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇമെയിൽ തയ്യാറാക്കുമ്പോൾ ഫ്രമും ടൂവും വേണം, പിന്നെ സബ്ജക്റ്റ് വേണം. എന്താണ്? ദ മോസ്റ്റ് അൺഫോർഗറ്റബിൾ ക്രിസ്മസ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ക്രിസ്മസ്. അപ്പോൾ അങ്ങനെയാണ് സബ്ജക്റ്റ് കൊടുക്കുന്നത്. ഡിയർ മേരി, ഐ ജസ്റ്റ് ഹാവ് ടു ഷെയർ വിത്ത് യു വാട്ട് ഹാപ്പൻ ദിസ് ക്രിസ്മസ്. ദോ ജിം ആൻഡ് ഐ ആർ സ്ട്രഗ്ലിംഗ് ഫിനാൻഷ്യലി, വി വാണ്ട് ടു ടേക്ക് the day special for each other. I sold my long beautiful hair to buy platinum chain for Jim's precious watch. It wasn't easy, but love made the sacrifice worthwhile. എന്താണ്? ഈ ക്രിസ്മസ് സംഭവിച്ച കാര്യങ്ങൾ നിന്നോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ജിമ്മും ഞാനും എന്താണ്, നല്ല ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിലായിരുന്നു അല്ലേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നെങ്കിലും ആ ദിവസം പരസ്പരം എന്താണ് നല്ല സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ ജിമ്മിൻ്റെ പ്രിയപ്പെട്ട വാച്ചിനായിട്ട് അവൾ എന്ത് ചെയ്തു, ഒരു പ്ലാറ്റിനം ചെയിൻ വാങ്ങാൻ എൻ്റെ നീളമുള്ള മനോഹരമായ മുടി ഞാൻ വിറ്റു. അത് എളുപ്പമല്ലായിരുന്നു, പക്ഷേ എനിക്ക് ആ മുടി വിൽക്കാൻ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ അവനോടുള്ള സ്നേഹം എൻ്റെ ഇതിനെ വിലപ്പെട്ടതാക്കി മാറ്റി. വാട്ട് ഷോക്കഡ് മീ മോസ്റ്റ് വാസ് ജിംസ് ഗിഫ്റ്റ്. ഹി സോൾഡ് ഹിസ് വാച്ച്, ദ വെരി തിങ് ഐ ട്രഷർ മോസ്റ്റ്, to buy me the combs I had admired for so long. For a moment we both laughed and cried at the same time, realizing that our gifts could not be used. പക്ഷെ അതൊന്നുമല്ല എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, ജിമ്മിന് ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി, പ്ലാറ്റിനത്തിൻ്റെ ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുടി വിറ്റു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. എന്താണ്? ജിമ്മിൻ്റെ സമ്മാനമാണ്. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഞാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നതുമായിട്ടുള്ള കോമ്പ് അല്ലേ വാങ്ങാൻ അവൻ്റെ വാച്ച് വിൽക്കുകയാണ് ചെയ്തത്. ഹെയർ ഇരുന്ന കോമ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വാച്ച് വിറ്റു. അപ്പോൾ ഒരു നിമിഷം അവരുടെ ആ സമ്മാനങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഓർത്തിട്ട് അവർ ചിരിക്കുകയും ചെയ്തു, കരയുകയും ചെയ്തു. കോമ്പും കൊണ്ട് ഇരാൻ അവർക്ക് ഹെയറും ഇല്ല. ആ ഹെയർ വിറ്റ് കിട്ടിയ കാശും കൊണ്ട് വാങ്ങിച്ച ചെയിൻ ഉപയോഗിക്കാൻ അവൻ്റെ കയ്യിൽ വാച്ചുമില്ല. രണ്ടുപേരും പരസ്പരം അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽറ്റു അല്ലേ. യെറ്റ് ഐ ഫീൽ റിച്ചർ ദാൻ എവർ ബിഫോർ. ദിസ് ക്രിസ്മസ് തോട്ട് മീ ദാറ്റ് ട്രൂ ലവ് ഈസ് നോട്ട് അബൌട്ട് പൊസിഷൻ but about sacrifice and selfness. I believe we are the happiest people even without money. എന്നിരുന്നാലും എനിക്ക് ഇതുവരെയിട്ടില്ലാത്ത അത്രയധികം ഒരു സമ്പന്നയായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ്, ഈ ക്രിസ്മസ് എന്നാണ് എന്താണ് പഠിപ്പിച്ചത്? യഥാർത്ഥ സ്നേഹം നമ്മുടെ സ്വത്തുക്കളല്ല, മറിച്ച് ഇത്തരത്തിലുള്ള എന്താണ് ട്രൂ ലവ് തോട്ട് മീ ദാറ്റ് ട്രൂ ലവ് ഈസ് നോട്ട് അബൌട്ട് പൊസിഷൻസ്. നമ്മുടെ പണമില്ലെങ്കിൽ നമ്മളെന്താണ് ഏറ്റവും സന്തോഷമുള്ള ആളുകളാണെന്ന് എനിക്കിന്ന് മനസ്സിൽ ആയി എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെ വിത്ത് ലവ് ഡെല്ല. അപ്പോൾ അവൾ എഴുതാനുള്ള ഒരു ഇമെയിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അടുത്ത നോട്ടീസാണ്. നോട്ടീസ് എഴുതുമ്പോൾ ഒരു കോളൊക്കെ വരച്ചിട്ട് എഴുതാം. നോട്ടീസ് എഴുതുക. ABC പബ്ലിക് സ്കൂൾ രാമേശ്വരം, ഹോണറിങ് റെസ്പോൺസിബിൾ സ്റ്റുഡൻസ് പ്രോഗ്രാം. ഡിയർ ഫ്രണ്ട്,
This is to inform all students that the Students Association is organizing a special program to harness students who show responsibility, hard work and service to their families and society. എന്താണ് കുടുംബത്തോടും സമൂഹത്തോടൊക്കെ ഉത്തരവാദിത്വബോധവും കഠിനാധ്വാനവും സേവന മനോഭാവമൊക്കെ കാണിക്കുന്ന കുട്ടികളെ ആദരിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്ന എല്ലാവരെയും അറിയിച്ചോളുന്നു. ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, വെന്യൂ സ്ഥലം എവിടെയാണെന്ന് എഴുതുക. ഓൾ സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റ് ടു അറ്റൻഡ് ദ പ്രോഗ്രാം വിത്തൗട്ട് ഫെയിൽ. എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഇതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദോസ് ഹൂ വിഷ് ടു ഷെയർ എക്സ്പീരിയൻസ് ഓർ നോമിനേറ്റ് എ സ്റ്റുഡൻറ്റ് മേ കോൺടാക്ട് ദ അൺഡർസ്റ്റൻഡ് ബൈ 22 February 2026. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ 22 February 2026 ബന്ധപ്പെടുക എന്ന് നിങ്ങൾ എഴുതുക. സെക്രട്ടറി സ്റ്റുഡൻസ് അസോസിയേഷൻ. ഇങ്ങനെ ഒരു നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Ajit Parameswaran is a young scientist from our own state, Kerala. Frame for question to interview him. അജിത് പരമേശ്വരൻ എന്ന് പറയുന്നത് യങ് സയൻറ്റിസ്റ്റാണ് നമ്മുടെ സ്റ്റേറ്റിലെ. അപ്പോൾ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചോദിക്കാം? വാട്ട് ഇൻസ്പയർ യു ടു ചൂസ് കരിയർ ഇൻ സയൻസ്? സയൻസിൽ കരിയർ ചൂസ് ചെയ്യാനായിട്ട് ഉണ്ടായ ഇൻസ്പിരേഷൻ എന്താണ്? ഈ സയൻസ് രംഗത്ത് ഈ തൊഴിൽ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ ഇൻസ്പയർ ആക്കിയത് എന്താണ്? ക്യാൻ യു എക്സ്പ്ലെയിൻ വൺ ഓഫ് യുവർ ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ ഇൻ സിമ്പിൾ ടേംസ്? നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ ഒന്ന് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? വാട്ട് ചലഞ്ചസ് ഡിഡ് യു ഫേസ് ഇൻ യുവർ റിസർച്ച് ജേർണി ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദം? നിങ്ങളുടെ റിസർച്ച് ജേർണിയിൽ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസാണ് ഫേസ് ചെയ്തത്, അതിനെ നിങ്ങളെങ്ങനെ ഓവർകം ചെയ്തു? വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗീവ് യങ് സ്റ്റുഡൻസ് ഹു വിഷ് ബിക്കം സയൻറ്റിസ്റ്റ്? അപ്പോൾ എന്താണ് സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു അല്ലെങ്കിൽ ഒരു സന്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. അടുത്തത് ചോദിച്ചിരിക്കുന്നത്, നെക്സ്റ്റ് പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് എൻജിൻ ട്രബിൾ. നമുക്ക് എൻജിൻ ട്രബിളിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലേ, ടെക്സ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് പാരഗ്രാഫ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ദ പിക്ചർ ഷോസ് സീൻ ഫ്രം വില്ലേജ് സ്ട്രീറ്റ് ദാറ്റ് റിഫ്ലക്ട് ദ സ്റ്റോറി എൻജിൻ ട്രബിൾ. ഈ ചിത്രം എന്താണ്? എൻജിൻ ട്രബിൾ എന്ന കഥയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. എ റോഡ് റോളർ ഹാസ് സ്റ്റോപ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് കോസിങ് ട്രബിൾ ടു ദ പീപ്പിൾ അറൗണ്ട്. ഈ റോഡിന് നടുവിൽ എന്തുണ്ട്? റോഡിന് നടുവിൽ ഒരു റോഡ് റോളർ നിൽക്കുന്നത് കാരണം നാട്ടുകാർക്ക് എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ദ യങ് മാൻ സ്റ്റാൻഡിങ് ബിസൈഡ് ദ മെഷീൻ ലുക്സ് വറീഡ് ആൻഡ് ഹെൽപ്ലെസ് ഷോയിങ് ദാറ്റ് ദ എൻജിൻ ഹാസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് കനോട്ട് ബി മൂവ്ഡ് ഈസിലി. അപ്പോൾ ഈ റോളറിന് അരികെ നിൽക്കുന്ന ഒരു യുവാവ് വളരെ വിഷമിച്ച ഒരു സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നത് കാണാം. കാരണം അതിൻ്റെ എൻജിൻ കേടായതിനാൽ അത് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, എളുപ്പത്തിൽ നീക്കാനായിട്ട് കഴിയുന്നില്ല. പീപ്പിൾ ഗാദേർഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ റോഡ് ആൻഡ് വാച്ചിങ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് കൺസേൺ ആസ് ദ മെഷീൻ ഹാസ് ബ്ലോക്ക്ഡ് ദെയർ വേ. കളർഫുൾ ഫ്ലാഗ്സ് ആൻഡ് ഷോപ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സജസ്റ്റ് എ ഫെസ്റ്റീവ് ഓർ ബിസി ഡേ വിച്ച് മേക്ക് ദ ട്രബിൾ മോർ സീരിയസ്. പിന്നെ എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ഒരു ഗ്രാമത്തിലൊരു തെരുവിൻ്റെ കാഴ്ചയാണ് കാണിക്കുന്നത്. റോഡിന് നടുവിൽ റോഡ് നിൽക്കുന്നു. അതിൻ്റെ അടുത്തായിട്ട് ഒരു യങ് മാൻ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ എൻജിൻ കേടനല്ല, അത് എളുപ്പത്തിൽ അയാൾക്ക് നീക്കാൻ കഴിയുന്നില്ല. പിന്നെന്താണ്? റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ആൾക്കാർ വളരെ ക്യൂരിയോസിറ്റിയോടെയും അല്ലേ കൺസേണായിട്ടും ഉത്കണ്ഠയോടെയും കൂടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പതാകകളും കടകളുമുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ഇതൊരു തിരക്കുള്ള ദിവസമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്? ജസ്റ്റ് ലൈക്ക് ഇൻ ദ സ്റ്റോറി ദിസ് പിക്ചർ ഹൈലൈറ്റ് ഹൗ എ സ്മോൾ മെക്കാനിക്കൽ ഫെയിലിയർ ക്യാൻ ക്രിയേറ്റ് എ കൺഫ്യൂഷൻ, ഡിലേ ആൻഡ് ഇൻകൺവീനിയൻസ് ഫോർ മെനി പീപ്പിൾ. അപ്പോൾ ഇവിടെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഫ്ലാഗ്സും കടകളും അതൊക്കെ ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ഒരു തിരക്കുള്ള ദിവസമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പ്രശ്നം കൂടുതൽ എന്ത് ചെയ്യുന്നു? വഷളാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരു ചെറിയ
മെക്കാനിക്കൽ ഫെയിലിയർ, അതായത് ചെറിയ സാങ്കേതിക തകരാറ് എന്തൊക്കെ കൺഫ്യൂഷനും ലേറ്റിനും ഒക്കെ കാരണമാകും, താമസത്തിനൊക്കെ കാരണമാകുന്ന ഈ പിക്ചർ കാണിച്ചു തരും, വ്യക്തമാക്കുന്നു എന്നാണ് ആ പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും ഉള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.